നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിലേക്കുള്ള നയപ്രഖ്യാപനത്തിന്റെ കരടിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ഇതോടെ പിണറായി സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം ഉടൻ ഗവർണർക്ക് കൈമാറും. എന്നാൽ നൽകുന്ന പ്രസംഗം ഗവർണർ അപ്പാടെ അംഗീകരിക്കുമോ, വിയോജിപ്പ് രേഖപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലവിൽ പിണറായി സർക്കാരിനുണ്ട്. വിവരങ്ങൾ നൽകാനായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്തായാലും ഈ നയപ്രഖ്യാപനത്തിന്റെ കരടിനൊക്കെ തന്നെ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിട്ടുണ്ട്, അംഗീകാരമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനി കോർട്ട് എന്ന് പറയുന്നത് ഗവർണറുടെ കയ്യിലാണ്, ഗവർണറുടെ കളിക്കളത്തിലാണ് ഇരിക്കുന്നത്. ഗവർണറുടെ തീരുമാനമായിരിക്കും അവസാനത്തെ ഒരു നിലപാടെന്ന് പറയുന്നതും. രജനി, തീർച്ചയായിട്ടും ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഇതിൻ്റെ കരട് അംഗീകരിച്ചു എന്നുള്ളതൊക്കെ സ്വാഭാവികമായ നടപടി തന്നെയാണ്. ഇനി നമുക്കറിയേണ്ടത്, ഗവർണർ ഈ നൽകിയിരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം വളരെ വിശദമായി വായിച്ചു നോക്കിയ ശേഷം അതിലെന്തെല്ലാം അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയാണ് ഇനി പുറത്തു വരാനുള്ളത്. സ്വാഭാവികമായും പിണറായി സർക്കാർ ഒരു നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കി കൊടുക്കുമ്പോൾ അതിൽ കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ആ നയപ്രഖ്യാപനത്തിലുണ്ടാവും. ഇതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഗവർണർ ഇതിനു മുമ്പ് അത് വിയോജിപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തോട് അവഗണന കാണിക്കുന്നു, കേരളത്തിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുന്നില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത മാസം 8-ാം തീയതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ഡൽഹിയിൽ സമരം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് നിയമസഭാ സമ്മേളനം വരുന്നത്. 25-ാം തീയതി ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നു. അവിടെ ഗവർണർ നടത്തേണ്ട നയപ്രഖ്യാപനമാണ്, അതിൻ്റെ പ്രസംഗമാണ് തയ്യാറാക്കി രാജ്ഭവന് നൽകിയിട്ടുള്ളത്. ഗവർണർ ഇത് വിശദമായി പരിശോധിച്ച ശേഷം തനിക്ക് വിയോജിപ്പുള്ള കാര്യം കൃത്യമായി സർക്കാരിനെ അറിയിക്കാൻ ഒരു മടിയുമില്ലാത്ത തൻ്റെ ഇടമുള്ള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള ചരിത്രം പരിശോധിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ അത് മനസ്സിലാകും. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് വിയോജിപ്പുള്ള ഭാഗങ്ങൾ ഉണ്ടാകുമോ, അദ്ദേഹം ഏതെല്ലാം ഭാഗത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തും, അത് വായിക്കാതെ ഇരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഇനി വായിക്കാതെ പോയാലും അത് വായിച്ചതായി കണക്കാക്കപ്പെടുമെന്നാണ് നിയമസഭയിലെ ചട്ടം. അതുകൊണ്ട് മറ്റു ചില വഴികളും രാജ്ഭവൻ തേടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഗവർണർക്ക് ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ രേഖാമൂലം സ്പീക്കർക്ക് എഴുതി നൽകാനുള്ള ഒരു ചട്ടം കൂടി അനുശാസിക്കുന്നുണ്ട്. അങ്ങനെ ഗവർണർ സ്പീക്കർക്ക് തൻ്റെ വിയോജനം എഴുതി കൊടുത്താൽ ആ വിയോജനക്കുറിപ്പ് ഗവർണർ കൃത്യമായി നിയമസഭയിൽ വായിക്കുകയും വേണം. അത് ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടില്ല. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ആയതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം കരടൊക്കെ തയ്യാറായി താമസിയാതെ രാജ്ഭവന് നൽകും. ഇനിയും നേരത്തെ രജനി പറഞ്ഞതുപോലെ ഇനിയും ഈ പന്ത് ഗവർണറുടെ കോർട്ടിലാണ് ഉള്ളത്. അത് എങ്ങോട്ടേക്ക് അടിക്കും, അത് ഗോളാകുമോ, അത് എന്തായി മാറും എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലാണ് അറിയേണ്ടത്. രജനി, മറ്റൊരു കാര്യം കൂടിയുണ്ട് വിനോദ്. ഇവിടെ നേരത്തെ ഗവർണർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു താൻ ഒരിക്കലും ഒരു ഭരണ പ്രതിസന്ധിക്ക് നിൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിൽ താൻ വരും എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അതിൽ സർക്കാരിന് ആശ്വാസകരമാണ്. പക്ഷേ ഇവിടെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഈ കരടിൽ അല്ലെങ്കിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കുന്നത് എന്നുള്ള കാര്യം അതിലൊരു തീരുമാനമെടുക്കേണ്ടത് ഗവർണർ തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഗവർണർക്കെതിരെ SFI കൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്ന സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊന്നെന്ന് പറയുന്ന ബില്ലുകളുടെ കാര്യത്തിൽ പല ബില്ലുകളും ഇപ്പോൾ തടഞ്ഞു വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഈ കേന്ദ്രത്തിനെതിരെ പഴി പറയുന്നുണ്ട്, ഗവർണർക്കെതിരെ പഴി പറയുന്നുണ്ട്. ആ അവസ്ഥയൊക്കെ നിലനിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കാം ഇനി ഇത് മുന്നോട്ട് പോകുന്നത്? സുഗമമായിട്ടായിരിക്കുമോ ഈ നിയമസഭാ സമ്മേളനത്തിൽ തുടക്കം കുറിക്കുക എന്നൊക്കെയാണ് നോക്കിക്കാണേണ്ടത്. തീർച്ചയായും ഗവർണർ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു ഇടപെടൽ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെയും നമ്മൾ കണ്ടതാണ്, ഇന്നും നമ്മൾ കണ്ടതാണ്, ഗവർണർ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം CPM അവരുടെ വിദ്യാർത്ഥി സംഘടനയായ SFIയെ കൊണ്ട് കരിങ്കൊടി കാണിപ്പിക്കുകയാണ്, DYFI കൊണ്ട് വഴിതടയൽ നടത്തുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഗവർണറെ നയപ്രഖ്യാപനത്തിന് വേണ്ടി ക്ഷണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പ്രധാനമന്ത്രി കൂടി പങ്കെടുത്ത ആ വേദികളിലൊക്കെ നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ മുഖത്തോട് മുഖം പോലും നോക്കുന്നില്ല. അവർ പരസ്പരം സംസാരിക്കാനോ മുഖത്തോട്ട് നോക്കാനോ ചിരിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. വ്യക്തിവിരോധം വെച്ച് പുലർത്തുകയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ തന്നെ. അങ്ങനെയുള്ള ഒരു ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിച്ചു കൊണ്ട് പോകേണ്ട ആളാണ് മുഖ്യമന്ത്രി, അവിടുത്തെ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്. ഇവരൊക്കെ ചേർന്നാണ് ഗവർണർ സഭയിൽ എത്തിയാൽ അദ്ദേഹത്തെ സ്വീകരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടത്. അത് ഭരണഘടനാപരമായ ദൗത്യമാണ്, നിർവഹിച്ചേ മതിയാകും. അതുകൊണ്ടാണ് ഗവർണർ പറഞ്ഞത് തൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റും എന്ന് പറഞ്ഞത്. നയപ്രഖ്യാപനത്തിന് പോകുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാക്കേണ്ടത് അതാണ്. പക്ഷേ എന്ത് പ്രസംഗിക്കും, എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുമെന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാടുള്ള വ്യക്തിയാണ്. മറ്റ് ഗവർണർമാരെ പോലെ ഒരു റബ്ബർ സ്റ്റാമ്പായി ഇരിക്കുന്ന ഗവർണറല്ല
ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നമ്മൾ പലവട്ടം കണ്ടതാണ്, ഈ അടുത്ത ദിവസവും കണ്ടതാണ്. അതുകൊണ്ട് 25-ാം തീയതി ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയായിരിക്കും. സർക്കാർ കൊടുത്ത നയപ്രഖ്യാപനം ഏത് നിലയിൽ വായിക്കും, അതിൽ എന്തെല്ലാം വിയോജനം രേഖപ്പെടുത്തും, ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ ഏത് തരത്തിലാണ് പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് രജനി. ശരി. നിയമസഭയുടെ ബഡ്ജറ്റ് സമ്മേളനത്തിലേക്കുള്ള നയപ്രഖ്യാപനത്തിന്റെ കരട് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. പിണറായി സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം ഉടൻ ഗവർണർക്ക് കൈമാറും. എന്നാൽ നൽകുന്ന പ്രസംഗം ഗവർണർ അപ്പാടെ അംഗീകരിക്കുമോ അതോ വിയോജിപ്പ് രേഖപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും അറിയാൻ കഴിയും. വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.